ഇവിടെ നിന്ന് കിട്ടിയതെല്ലാം ജയേട്ടന്റെ കാരുണ്യം. നിന്റെ ഈ ജന്മം പോലും ഇവര് നൽകിയ ദാനമാണ്. നിസാരമായ ആ ജീവിതത്തിൽ പോലും നീ അഹങ്കരിച്ചു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇനിയുള്ള കഥ പറയേണ്ടത് ലേഖ. ലേഖ, ആ ഡയറി വായിക്ക്. അമ്മ എഴുതി വെച്ച മറ്റൊരു കുറിപ്പായത്. എന്റെ കയ്യിലെ ഇത് കിട്ടിയത്. അമ്മ മരിക്കുന്നതിന് തലേ ദിവസം രാത്രി എഴുതിയ കുറിപ്പാ ഇതിലുള്ളത്. എന്താ അതിൽ പറഞ്ഞേക്കുന്നത്? അമ്മയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരാന്ന് ഈ ഡയറി കുറിപ്പ് പറയും. സ്വന്തം മകനായിട്ട് തന്നെയാ ഞാൻ അവനെ വളർത്തിയത്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. ഞാൻ നാളെ മരിച്ച അതിനുത്തരവാദി എൻ്റെ വളർത്തുമകനോ കുടുംബൻ പിള്ളയോ ആയിരിക്കും. ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരും. പറയാമോ, നിങ്ങളിൽ ആര് കാരണം എൻ്റെ അമ്മ മരിച്ചത്? എടാ, നിന്നെ പ്രസവിച്ചതല്ലെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിനക്കൊരു ജീവിതം തന്നത് എന്റെ അമ്മയല്ലേ? കുട്ടിക്കാലം മുതൽ ഈ വീട്ടിൽ എനിക്ക് കിട്ടുന്നതിനൊക്കെ സ്നേഹവും വാത്സല്യവും നിനക്ക് അമ്മ തന്നിരുന്നത്. നിനക്ക് വേണ്ടിയാ അമ്മ എന്നോട് പോലും വഴക്കിട്ടിരുന്നത്. നിന്റെ ജീവിതമായിരുന്നു അമ്മയ്ക്ക് എന്നും പ്രധാനം. നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നറിഞ്ഞപ്പോ എന്റെ കല്യാണത്തിന് മുൻപേ അത് നടത്തി തന്നു. നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നു. ആ അമ്മയെ നീ തന്നെ. അമ്മവാ, ഒരമ്മ പെറ്റതല്ലെങ്കിലും ഒരച്ഛന്റെ മക്കളല്ലേ രണ്ടാളും. അമ്മാവനെങ്ങനെ അമ്മയുടെ മരണത്തിന് കാരണമായത്? മോനെ ജയ, അവൾ അങ്ങനെ എഴുതിയത് നേരാ. പക്ഷേ അതിനർത്ഥം ആരും അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നെന്നല്ല. രണ്ട് കാര്യങ്ങൾ അവളെ തകർത്തിരുന്നു. അതിലാദ്യത്തേത് എനിക്കൊരു മകനുണ്ടെന്ന് അവൾ അറിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തേത് അവൾ പ്രസവിച്ച മകനല്ല ഇവനെന്ന് ഇവന്റെ മുഖത്ത് നോക്കി അവൾക്ക് പറയേണ്ടി വന്നതാണ്. അതവൾ എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ അവൾ ഏറ്റവും കൂടുതൽ മനം തൊന്നത് അരുന്ധതിയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതില്ല. കാരണം അരുന്ധതി നിരപരാധിയാണെന്ന കുറ്റബോധത്തിന്റെ തീയില മരണം വരെ അവളെ ജീവിച്ചത്. അവളെ ആരും കൊന്നതല്ല, പക്ഷേ ഹൃദയം പൊട്ടി മരിച്ചത്. അതിന്റെ കാരണക്കാര് ഞാനും ഇവനുമല്ല. അതവിടെ നിൽക്കട്ടെ. എനിക്കറിയേണ്ടത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അന്ന് അമ്പാട്ടെ യമുനാമ്മയുടെ വീട്ടിലെ റിസപ്ഷന്റെ ഹാളിൽ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് നിങ്ങൾ ജഗദീഷിന്റെ ഒപ്പം പോയി. ഞാനോ? എനിക്കറിയില്ല, ഞാനെങ്ങും പോയില്ല. കള്ളം പറയണ്ട. ജഗദീഷ് ഞങ്ങളോട് പറഞ്ഞതെല്ലാം പെൻ ക്യാമറയിൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാണണോ? എടുത്തേ. എന്റെ അമ്മ എന്നെ വിളിച്ചെന്ന് പറഞ്ഞ അവൻ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. എന്റെ വീടിന്റെ മുന്നിൽ എന്നെ ഇറക്കി വിട്ടിട്ട് അവനൊരൊറ്റ പോക്കങ്ങ് പോയി. പക്ഷെ ഞാൻ അവന്റെ കാറ് കണ്ടു. ശങ്കരാലയത്തിനടുത്തൊരു പറമ്പില് ഇരുട്ടത്ത് കിടക്കുന്ന കണ്ടു. പറയടാ,
കള്ളം പറഞ്ഞ് നീ ജഗദീഷിനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ആ രാത്രി നീ ഇവിടെ വന്നു. ദാ, ഈ ഡയറിയിലുണ്ട് അതിന്റെ തെളിവ്. വായിക്ക് വെറുതെ. ഡാ, നീ എന്താ രാത്രി ഇവിടെ? പറയടാ, നീ എന്തിനാ വന്നത്? അരുന്ധതി, അരുന്ധതി, നെഞ്ചിലൊരു നിലവിളി ഉയർന്നിട്ടും അതടക്കി പിടിച്ച് ഞാൻ അവളെ ഈ വീടിന് പുറത്താക്കി. വയ്ക്കോ. പക്ഷെ പിന്നീട് സംഭവിച്ചത് ആരാ? 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 ആരാന്ന്? നീയോ? നീ ഈ രാത്രി ഇതിനകത്ത് എങ്ങനെ വന്നു? പറയടാ, പറയാൻ. മഹാബാബി, എന്താടാ നീ ചെയ്തത്? എടാ, എന്താ ചെയ്തതെന്ന്? നീയാണോ എന്റെ മോളെ? കൊല്ലോടാ, നിന്നെ ഞാൻ കൊല്ലോടാ. അപ്പൊ നീയാണല്ലേ അവളെ? നാളെ നേരം വെളുത്തോട്ടെ, എന്റെ മോനെങ്ങ് വരട്ടെ. എല്ലാം ഞാൻ അവനോട് പറയും. അവന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണ്ട. വെറുതെ ഞാൻ ഇപ്പൊ തന്നെ അറിയിക്കും. പറ്റിപ്പോയമ്മേ, ഒരു അബദ്ധം പറ്റിപ്പോയതാ. അമ്മ എന്റെ ജീവിതം തകർക്കല്ലേ, എന്നോട് ക്ഷമിക്കാമേ. അമ്മ എനിക്ക് മാപ്പ് തരണം. അമ്മേ, ഏട്ടനിതറിഞ്ഞ എന്നെ കൊല്ലും. കൊല്ലട്ടടാ. അമ്മേ, അവന്റെ കൈ കൊണ്ട് നീ ചാവണം. അമ്മേ, അത്രയ്ക്ക് ദ്രോഹമാ നീ അവനോടും ഈ കുടുംബത്തോടും ചെയ്തത്. എങ്ങനെ തോന്നിയിടണ നിനക്കിത്? അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട അവളെ നീ. അമ്മേ, എന്റെ മോളെ ഞാനിനി എവിടെ പോയി കൊണ്ടുവരും? എന്റെ കണ്ണ ചതിച്ചല്ലോ നീ. അമ്മേ, അമ്മ ഇതാരോട് പറയല്ലേ. ഭരതയും മോന് തറഞ്ഞ പിന്നെ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നാളെ രാവിലെ അമ്മ കാണുന്ന എന്റെ ശവമായിരിക്കും. ഞാൻ ആത്മഹത്യ ചെയ്യും. അത് തന്നെയാണോ നല്ലത്? നീ ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാ നല്ലത്. സ്വന്തം ഏട്ടനോടും ഏടത്തിയോടും ഈ ചതി ചെയ്ത് നീ പോയി ചാവടാ. അമ്മേ, ഞാൻ ഈശ്വര, എന്റെ മോള്. അമ്മേ, എവിടെ പോയാലും ഏട്ടത്തി ഞാൻ തിരിച്ചു കൊണ്ടുവരാം. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടായാലും ഞാൻ തിരികെ കൊണ്ടുവരാം. ഏട്ടത്തി എന്നെ കണ്ടിട്ടില്ല. ഞാനിവിടെ ഉണ്ടെന്ന് ഏട്ടത്തിക്ക് അറിയില്ല. അമ്മേ, അമ്മയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. പിന്നെ ഞാൻ രക്ഷിക്കാനോ? ഇല്ലടാ, ഈ രാത്രി ഞാൻ തന്നെ അവളെ പോയി കൊണ്ടുവരും. നിന്റെ ഈ വൃത്തികെട്ട മുഖമൂടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ വലിച്ചു കീറും. നീ ആരാണെന്ന് എല്ലാവരും അറിയണം, എല്ലാവരും. ഞാനിപ്പൊ തന്നെ എന്റെ മോളെ തെരഞ്ഞു പോവാ. അമ്മേ, അമ്മേ, നിക്ക്. അമ്മേ, എന്നോട് ഇത്തിരി ദയാണിക്കമ്മേ. നാളെ കഴിഞ്ഞ ഈ നാടും വീടും വിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ആരുടെ മുമ്പിൽ ഞാൻ വരില്ല. എന്നെ രക്ഷിക്കമ്മേ. ഇല്ലടാ, നിന്നെ ഞാൻ രക്ഷിക്കില്ല. അമ്മേ, ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, തെറ്റ് ചെയ്തു പോയി ഞാൻ. അമ്മ എന്നെ രക്ഷിക്കണ്ട, ശിക്ഷിച്ചോ. പക്ഷേ 3 ശവങ്ങൾ അമ്മയ്ക്ക് കാണേണ്ടി വരും. ഞാൻ തനിയെ മരിക്കില്ല. എന്റെ വരതയും മോനെയും തനിച്ചാക്കി പോവാൻ എനിക്ക് പറ്റില്ല അമ്മേ. അവരെ രണ്ടുപേരെയും ഞാൻ കൊല്ലും. എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്താടാ ദുഷ്ട നീ പറഞ്ഞത്? സത്യം അമ്മേ, അല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഒന്നുകിൽ എന്റെ തെറ്റ് പുറത്ത് അമ്മ എന്നോട് ക്ഷമിക്കുക. ഏട്ടത്തിയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. ഇനിയുള്ള കാലം മുഴുവൻ അമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ അടിമയായിട്ട് ഞാൻ ജീവിച്ചോളാം. അല്ലെങ്കിൽ ഞാനും വരതയും എന്റെ മോനും മരിക്കുന്നതോടെ എല്ലാം അവസാനിക്കുമല്ലോ.
എല്ലാം നീ അതും അതിനപ്പുറം ചെയ്യും. എടാ, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയാൽ അത് കിടക്കില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാൻ പ്രസവിച്ച മകനായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ ദുഷ്ടത്തരം കാണിക്കില്ലായിരുന്നു. അമ്മേ, ഇനി നീ എന്റെ മുന്നിൽ വരരുത്. ഇറങ്ങിപ്പോടാ. ഞാൻ എടാ, ഇറങ്ങിപ്പോവാൻ. നിന്നെ ഞാൻ ഏട്ടാ എടാ വൃത്തികെട്ട നായേ, പറയട്ടെ. എന്റെ ആദ്യോട് നീ എന്താ ചെയ്തത്? കൊല്ലൂടാ നിന്നെ. മോനെ ഏട്ടാ മോനെ ജയ മതിയാക്കടാ, മതിയടാ, മതിയാക്ക. കൊല്ലേണ്ടത് തന്നെ അവനെ. പക്ഷേ പ്രഭാവതി കണ്ട കാഴ്ചയെ നമ്മളിപ്പോ അറിഞ്ഞിട്ടുള്ളൂ. അവനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാൻ ഇവന് ജീവൻ വേണം. എടാ, എന്തു ദുഷ്ടത്തരവും കാണിക്കുന്ന ചില മനുഷ്യരുണ്ട്. പക്ഷേ അവരാരും സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു ദുഷ്ടത്തരം കാണിക്കത്തില്ല. നിന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോടാ? ഗുരുപത്നിയും രാജപത്നിയും ജ്യേഷ്ഠപത്നിയും പത്നിയുടെ മാതാവും സ്വന്തം അമ്മയ്ക്ക് തുല്യമാണെന്ന്. ഒരു വയറ്റിൽ പിറന്നതല്ലെങ്കിലും ഇത്രയും കാലം ഇവൻ നിന്നെ സ്നേഹിച്ചത് കൂടപ്പുറപ്പായിട്ടല്ലടാ. അപ്പൊ ഇവള് നിന്റെ ആരാടാ? എടാ, ആരാന്ന്? ഏട്ടത്തിന്ന് വിളിച്ച് ഇവൻ എന്റെ പിന്നാലെ നടന്നപ്പോഴെല്ലാം ഞാൻ ഇവൻ എന്റെ സഹോദരനായിട്ടാ കണ്ടത്. പക്ഷേ ഈ നീചൻ, പറയടാ, ആ രാത്രി നീ എപ്പോഴാ ഇവിടെ വന്നത്? ജഗദീഷ് പറഞ്ഞ ഓർമ്മയില്ല ഏട്ടത്തി? അന്ന് മാത്രല്ല, അതിനു മുമ്പും ഇയാൾ ഏട്ടത്തി ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ അവസരം കിട്ടിയത് അന്നാണെന്ന് മാത്രം. പറയടോ, ആ രാത്രി താൻ ഏട്ടത്തി എന്താ ചെയ്തേ? പറയടോ. ദ്രോഹി, നിന്നെ ഞാൻ കൊല്ലൂടാ. എടാ മോനെ ജയ, വേണ്ടടാ, വേണ്ട. ഏട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ ഏട്ടാ. എടാ, വിടാൻ. മോനെ ജയ, കൊല്ലൂടാ നിന്നെ. ജയ, ഏട്ടാ വിട്. വേണ്ട മോനെ. കൊല്ലും നിന്നെ. അമ്മാവ ഒന്ന് പറയാം അമ്മാവ. വിട്, വേണ്ടടാ. ഏട്ടാ വേണ്ട മോനെ. മോനെ ജയ, മതിയാക്കടാ. ഏട്ടാ മോനെ വേണ്ടടാ, വേണ്ട, വിട്. നോക്കിക്കാതെ പിടിച്ചു മാറ്റണോ? എടാ, വിജയകൃഷ്ണൻ, തന്റെ കളി തീർന്നു. തന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. നോക്കണ്ട, അരുന്ധതിയുടെ പരാതി കിട്ടിയിട്ട് തന്നെയാ ഞാൻ വന്നത്. തന്നെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. നോക്കണ്ട,
അരുന്ധതിയുടെ പരാതി കിട്ടിയിട്ട് തന്നെയാ ഞാൻ വന്നത്. ജയകൃഷ്ണൻ, ഇയാൾക്ക് പിന്നിൽ എന്തോ ഒരു ദുരൂഹത എനിക്ക് നേരത്തെ ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നിലേക്ക് അന്വേഷിച്ചു പോയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദാ ഈ നിൽക്കുന്ന ആൾ നിങ്ങളുടെ സ്വന്തം അനിയനല്ലെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതുപോലൊരു ക്രൂരത ചെയ്യാൻ ഇയാൾക്ക് തോന്നിയത്. അല്ല സാർ ഇതെങ്ങനെ? പോലീസല്ലേ, അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റിൻ സർ, അതിന് തരൂ. ജയകൃഷ്ണൻ, നിങ്ങളോട് ശത്രുതയുള്ള ബന്ധുക്കൾ കുടുംബത്തിനകത്തുണ്ടോ എന്നാണ് ഞാൻ അന്വേഷിച്ചത്. അങ്ങനെയാ പഴയ തലമുറയിലേക്കൊരു അന്വേഷണം നടത്തിയത്. അവിടെയുണ്ട് എല്ലാം. ശങ്കരാലയത്തിലെ മുഴുവൻ സ്വത്തുക്കളും തൻ്റെ ഭാര്യയ്ക്കും ഏകമകൻ ജയകൃഷ്ണനും മാത്രമാണെന്ന് ദാ ഈ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ മുകുന്ദൻ മേനോൻ. ജസ്റ്റിൻ സർ, ഇയാളെ കൊണ്ടുപോകോ. ആടായിക്കോട്ടെ, നടക്കണം സാർ. വണ്ടി കയറാ സാറേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. കയറാനാ പറഞ്ഞത്. ഇറങ്ങോട്ടെ. അരുന്ധതി, പരമാവധി ശിക്ഷ ഇവന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ലോകത്ത് ഒരു പെണ്ണിനോടും ഇനി ഇവനിത് ചെയ്യരുത്. നിങ്ങൾ ചിലപ്പോൾ ഒന്നിൻ്റെ ഓഫീസ് വരെ വരേണ്ടി വരും. വരാം. എന്നാ പിന്നെ ശരി. മോളെ തെറ്റിദ്ധരിച്ച് അമ്മാവൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വിജയനെ തിരിച്ചറിയാൻ അമ്മാവനും കഴിഞ്ഞില്ല. മോൾ അമ്മാവനോട് ക്ഷമിക്കണം. വരദേ, നിന്റെയും മോന്റെയും കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ മോളെ ദൈവം ആദ്യമേ അങ്ങ് വിളിച്ചു. എൻ്റെ മോളുടെ സ്ഥാനത്താണ് നിന്നെ ഞാൻ കാണുന്നത്. നീ വിഷമിക്കരുത്. കരയണ്ട, അവന്റെ ശല്യം ഇതോടെ തീർന്നു കരുതിയാൽ മതി. അതുകൊണ്ട് അവൻ കുറച്ചു കാലം അകത്ത് കിടക്കുന്നതാ നല്ലത്. എന്റെ ഒരു ലക്ഷ്യം ഞാൻ നിറവേറ്റി. അപ്പോ ഇനി വേറെയും ലക്ഷ്യങ്ങളുണ്ടോ? ഉണ്ട്. നൗഫലിനെ കൊന്നവനെ ഇതുപോലെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. അത് വേണം മോളെ. ഫാത്തിമയുടെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ അത് ചെയ്യണം. ആ കേസ് തെളിയിക്കുന്നത് ഞാനായിരിക്കും. കറുത്ത കോട്ടിട്ട വക്കീലന്മാർക്ക് മാത്രമേ കോടതിയിൽ കേസ് തെളിയിക്കാൻ പറ്റൂ. അറിയില്ലേ നിനക്ക്? അറിയാം. പക്ഷേ ആ കോട്ട് നിനക്ക് മാത്രമല്ല സ്വന്തമായിട്ടുള്ളത്. മനസ്സിലായോ? മതി. അതി നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. വേണ്ട, എനിക്കിനി ആരുടെയും സിമ്പതി ആവശ്യമില്ല. വെറുതെ വാ. ചേട്ടാ, നീ ധൈര്യമായിട്ടിരിക്കും. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്. അരുന്ധതി, നിന്റെ അഭിമാനം നീ രക്ഷിച്ചു. നിന്നെ ഞാൻ അതിൽ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇനി നീ ശങ്കരാലയത്തിലേക്ക് വരരുത്. ശ്രമിക്കാം. അവളെ ഓർത്ത് ഇനി ഈ കണ്ണു നിറയരുത്. ആ അധ്യായം ഇവിടെ അവസാനിച്ചു. ഏട്ടത്തി, എനിക്ക് എന്ത് പറഞ്ഞ് ഏട്ടത്തെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. ദുഷ്ടനായ അയാളുടെ ഭാര്യയായിപ്പോയി ഞാൻ. പെണ്ണായി പിറന്നത് എന്റെ കുറ്റമാണോ? ഏതൊരാണിനും ഇങ്ങനെ ചവിട്ടിയരയ്ക്കാനുള്ളതാണോ സ്ത്രീകളുടെ ജീവിതം? ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാതായി പോയല്ലോ വെറുതെ. സഹോദരനായിട്ട് കണ്ടവൻ തന്നെ ബോധം കെട്ട് കിടന്ന് എന്നെ രക്ഷിക്കാൻ കടമയുള്ളവനല്ലേ അവൻ. അതിന് പകരം അവൻ എന്നെ പിച്ചി കീറി. ഏട്ടത്തി, അശുദ്ധമായ ഈ ശരീരം കൊണ്ട് ഞാനിനി എങ്ങനെ ജീവിക്കും? നൗഫലിന്റെ ജീവിതവും ഞാൻ കരുണയില്ലാണ്ടായില്ല. അവനൊരു പാവമായിരുന്നു. അവനെന്നാ മുറി കയറി വന്നതുകൊണ്ടാ ഏട്ടത്തി ബോധം കെട്ട് വീണത്. ബോധമുള്ള അവസ്ഥയിലായിരുന്നെങ്കിൽ അയാൾ ഏട്ടത്തിയുടെ മുമ്പിൽ നിൽക്കുമായിരുന്നോ? ഓരോ വിധത്തിൽ ഓരോരുത്തരും എന്നെ ചതിച്ചു.
ആദ്യം എല്ലാം അതിന് കൂട്ടുനിന്നു. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രം, എന്റെ ചേട്ടന്, എന്റെ മക്കള്. നഷ്ടപ്പെടുത്തിയത് ദൈവം വിധിയൊന്നുമല്ല, നീ തന്നെയാ. നീ എടുത്ത തീരുമാനം തെറ്റായിപ്പോയാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഇതല്ലായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്. നീ എന്നല്ല, ഒരു ഭാര്യ ഇങ്ങനെ ചെയ്യരുത്. എത്ര തവണ നിനക്ക് എല്ലാം തുറന്നു പറയാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, എന്നിട്ടും നീ എല്ലാം ഒളിച്ചു വെച്ചു. സ്വന്തം മക്കളെയും ജീവിതവും നിനക്ക് നഷ്ടപ്പെട്ടു, ഒപ്പം ഞാനും.